ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ജോലി. നാളെ നിങ്ങളെ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നിരിക്കട്ടെ. നിങ്ങളിവിടെ വീടും പണിതു, നിങ്ങളുടെ കുട്ടികളെ ഇവിടെ സ്കൂളിലും ചേർത്തു, ഭർത്താവിന് ഇവിടെ തന്നെ ആണ് ജോലി. നിങ്ങൾക്ക് രാവിലെ ട്രെയിനിൽ കയറി 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് പോയി ജോലി ചെയ്യാമെന്നും വൈകിട്ട് 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം ഈ വീടെല്ലാം വിറ്റ് വേറെ വീടും വെച്ച് കുട്ടികളുടെ ട്രാൻസ്ഫറും മേടിച്ച് ഇതൊക്കെ അനുഭവിക്കുകയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു പലചരക്കട ഇട്ടിരിക്കുന്നയാൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിലെ പള്ളിക്കൂടത്തിൽ ജോലി കിട്ടിയ ഒരാൾക്ക് ഇനി എങ്ങോട്ടും പോകണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്. എൻ്റെ മക്കൾ നാളെ അങ്ങനെ ആവുമെന്ന് കരുതരുത്. ഇതാവശ്യമുള്ള ഗതാഗതം മനുഷ്യന് ആവശ്യമാണെന്നും അതിവേഗത്തിലെത്തേണ്ട മനുഷ്യൻ്റെ ആവശ്യമാണെന്നും തിരിച്ചറിയുന്ന തലമുറയാണ് അടുത്തത്. ഇതൊന്നും അറിയാത്ത രാജ്യങ്ങളാണോ ചൈന? അവിടെ എന്ത് 450 കിലോമീറ്റർ പോരാ, ഇപ്പോൾ 600 കിലോമീറ്റർ ആക്കാൻ വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരിക്കുക. ട്രെയിനിൻ്റെ സ്പീഡ് 450 ഇപ്പോഴത്തെ സ്പീഡ്. ചൈനയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നതെന്നൂടെ ഓർക്കണം. നമ്മളുടെ വീരസ്യം പറയുന്നതെല്ലാം ചൈനയായിട്ട് നമ്മൾ മത്സരിക്കുന്നതാണല്ലോ. ചൈനയെ നമ്മളിപ്പോൾ ഉടനെ പുറകിലാക്കുന്ന ഏത് കാര്യത്തിൽ? അവർക്ക്